ഹലോ എവരിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിലുള്ളത് 3 ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. നമ്മൾ മാവ് അരച്ചിട്ട് അത് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അൺഫെർമെൻറ്റഡ് ബാറ്റർ, ഫെർമെൻറ്റ് ചെയ്തിട്ടില്ലാത്ത ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ 3 റെസിപ്പീസും ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് റവ അപ്പമാണ്. അപ്പോൾ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ അരി അരച്ചിട്ടാണ്. എന്നിട്ടത് മാവ് പുളിക്കാൻ വെച്ചതിന് ശേഷം. പക്ഷേ ഈ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടാണ്. ഒരു 15 to 20 മിനിറ്റ്സ് മാത്രം നമുക്ക് മാറ്റി വെച്ചാൽ മതി. സാധാരണ നമ്മൾ 4 hours 5 hours ഒക്കെ വെച്ചാലാണ് മാവ് ഒന്ന് ഫെർമെൻ്റ് ആയി കിട്ടുക. ഇത് ജസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളൂ. നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കുക, അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവ, ഒരു 2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കാനുള്ളത് അരിപ്പൊടി. ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാം. ഇവിടെ 1 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്കൊരു 4 ടേബിൾ സ്പൂൺ മൈദയോ ഗോതമ്പ് പൊടിയോ ചേർത്ത് കൊടുത്താൽ മതിയാവും, നിങ്ങൾ അതാണ് എടുക്കണമെന്ന് വെച്ചാൽ. പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെ വേണം ഇതിന്. അപ്പോഴാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര എന്തായാലും ചേർത്തിരിക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. വാം വാട്ടർ അല്ലെങ്കിൽ ലൂക്ക് വാം വാട്ടർ വേണം, ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് എടുക്കാൻ. അപ്പോൾ മാവ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതായത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി. കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ മാവ് അരച്ച് വയ്ക്കുക. എന്നിട്ട് കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ബാറ്റർ കറക്റ്റായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ, അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ദോശ തവയിലോ ദോശ പാനിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം ഉണ്ടാവുക. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴികൾ നിറയെ വന്നിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് ഒരു അപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ മാവ് അരച്ച് വെക്കാൻ മറന്നുപോയി, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം, റവയും വേണമെന്ന് മാത്രം. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാറ്റി മറിച്ചും ചേർക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ തേങ്ങാപ്പാലോ തേങ്ങയോ തേങ്ങ വെള്ളം ചേർത്തും വേണമെങ്കിലും അരയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് നമുക്ക് അപ്പം തന്നെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം രാത്രി തന്നെ അരിയും, ഇതിൽ 4 ടൈപ്പ് പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. ചനാദാല്, തൂർദാല്, ഉറുദാല്, മൂങ്ദാല്. ഈ 4 ടൈപ്പും 1/4 കപ്പ് വീതം ചേർത്തിട്ട് 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് തലേ ദിവസം രാത്രി കുതിർത്ത് വെക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരു വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച മാവിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശക്കല്ല് വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ എടുക്കാം. നമുക്ക് സാധാരണ ദോശ പോലെ തന്നെ നന്നായിട്ട് പരത്താനും ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫെർമെൻറ്റ് ചെയ്തിട്ടില്ല മാവ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഹെൽത്തി, എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതും. വറുത്തരച്ച ചമ്മന്തി നല്ല കോമ്പിനേഷനുമാണ്. നമുക്ക് നല്ലെണ്ണ വേണമെങ്കിൽ തൂവി കൊടുക്കാം, മുകളിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നുമില്ലാതെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് റവ ഇട്ടിട്ടുണ്ട്. വറുത്ത റവയായാലും കുഴപ്പമില്ല, വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്.
തൈരും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ലൊരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഓട്സ് ആണ്. അപ്പോൾ കുക്കിംഗ് ഓട്സ്, ഇവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ പൊടിച്ച് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾ റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം അരച്ച് ചേർത്താലും മതി. ഈ ഓട്സും നമുക്ക് തലേ ദിവസം ഓവർനൈറ്റ് ഓട്സ് പോലെ കുതിർത്ത് വെച്ചിട്ട് അരച്ച് പിറ്റേ ദിവസം അരച്ച് ചേർക്കുകയും ചെയ്യാം. പിന്നെ അതിലേക്ക് ഉപ്പും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അരിഞ്ഞ് ചേർക്കാം. നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കുറച്ച് നേരം. അപ്പോൾ ഓട്സും പിന്നെ റവയും എല്ലാം കുതിർന്നിട്ട് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം കുറച്ചൊന്ന് തിക്കായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ദോശയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചിലർക്ക് ഓട്സ് കഴിക്കാൻ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഓട്സ് ദോശ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസ് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.